ഓക്കെ, സോ ഇന്നലെയായിരുന്നു ഷവോമിയുടെ റെഡ്മി നോട്ട് 10 ഫോൺ സീരീസിൻ്റെ ലോഞ്ച്. പറയാതിരിക്കാൻ വയ്യ, കില്ലർ ഫോൺസ് അറ്റ് കില്ലർ പ്രൈസ് ആണ്. നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഈ നോട്ട് 10 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, പ്രൈസ്, പിന്നെ എൻ്റെ ഓവറോൾ ഒപ്പീനിയൻ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ചില പോയിൻറ്റ്സൊക്കെ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോയേനെ. സോ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡ്മി നോട്ട് 10 സീരീസ് വാങ്ങാൻ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് പോയിന്റ് ആണ്, അത് മിക്ക എല്ലാ ടെക് റിവ്യൂസും ടെക് യൂട്യൂബേഴ്സ് ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റാണ് 5Gൻ്റെ ഇല്ലായ്മ. സോ ഈ റെഡ്മി നോട്ട് 10 സീരീസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ലീക്സും ഫസ്റ്റ് ടീസറൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് 4 ഫോൺസ് വരുമെന്നാണ്. കാരണം അവർ ഇട്ടതും അങ്ങനെ തന്നെയാണ്, 4, 3, 2, 1. സോ എല്ലാവരും വിചാരിച്ച് 4 ഫോൺസ് ആയിരിക്കും. അതിലൊന്ന് എന്തായാലും 5G ആയിരിക്കും. അതായത് നോട്ട് 10, നോട്ട് 10 പ്രോ, പിന്നെ നോട്ട് 10 പ്രോ മാക്സ് 4G, നോട്ട് 10 പ്രോ മാക്സ് 5G, അല്ലെങ്കിൽ പേരെന്തോ ആയിക്കോട്ടെ, 4 ഫോൺസ് ആയിരിക്കും, അതിലൊരു 5G ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. 3 ഫോൺസേ വന്നുള്ളൂ. ഈ 3 ഫോൺസും 4G ഫോൺസ് ആണ്. ഈ ഒരു സീരീസിൽ 5G ഫോൺ വരാത്തത് വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. സോ ഞാൻ എൻ്റെ ഒരു ക്ലിയർ പോയിന്റ് ഓഫ് വ്യൂ, ക്ലിയർ റെക്കമെൻഡേഷൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. റീസെൻ്റ്ലി ഒരു 4G ഓപ്ഷൻ നടന്നിരുന്നു. ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ, ഇവരെല്ലാം, ഈ കമ്പനികളെല്ലാം 4G ബാൻഡ് വിഡ്ത്ത് വാങ്ങിയിരുന്നു. കാരണം ഇപ്പം 4G വീക്കായി വരികയായിരുന്നു. വീക്ക് എന്ന് പറയുമ്പം യൂസേഴ്സ് കൂടുന്നത് കൊണ്ട് ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ്സും കുറയുന്നുണ്ട്. സോ 4Gക്ക് ഒരു ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നടന്നിരിക്കുന്നത്. സോ അവർ 5G എന്ന് പറയുന്നുണ്ടെങ്കിലും 4G എങ്ങും പോകാൻ പോകുന്നില്ല. 4Gയിൽ ഇപ്പോഴും കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 4G ഫോൺ വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഇപ്പം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അതാണ്. ഒരു 5G ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. എല്ലായിടത്തും 5G സ്പെഷ്യലി റിയൽമി എന്ന കമ്പനി 5G ഡെമോക്രറ്റൈസ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് സംഭവങ്ങളും. റിയൽമി ലാസ്റ്റ് ലോഞ്ച് ചെയ്ത നാർസോ 30 പ്രോ ചീപ്പസ്റ്റ് 5G ഫോൺ ഇന്ത്യയാണ് ഇതുവരെ. സോ റിയൽമി നല്ല രീതിയിൽ നോക്കുന്നുണ്ട് 5G. സോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു റെഡ്മിയുടെ സൈഡിൽ നിന്നും ഒരു 5G ഫോൺ വരും, പക്ഷേ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, 5G ട്രെൻഡിങ് ആയതുകൊണ്ട് ആളുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു വരാൻ പോകുന്ന ഒരു 1.5, 2.5 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ 5G നല്ല രീതിയിൽ വരും. സോ നിങ്ങളൊരു നീണ്ട കാലത്തേക്ക് ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ, സോ 3, 4 വർഷത്തേക്ക്, 5 വർഷത്തേക്കൊക്കെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ 5G ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ 5Gയുടെ ഇല്ലായ്മ എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ചിലപ്പം റെഡ്മിയുടെ സെയിൽസിന് അത് ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഈ റെഡ്മി നോട്ട് 10 സീരീസിൽ ഒരു 5G ഓപ്ഷൻ കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു. പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ റെഡ്മി നോട്ട് 10 5G ഉണ്ട്. MediaTek 700 ആണ്, 700 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്, ഡയമൻസിറ്റി. ഒരു 5G വേരിയൻ്റ് ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടെ കിട്ടിയേനെ. സോ 5G വേണ്ടവർക്ക് 5G വാങ്ങാം. ചിലപ്പം ലേശം പ്രൈസ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ കണ്ടല്ലോ, റിയൽമിയുടെ 5G ഫോൺസിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നു. അതേ രീതിയിൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ 750G അല്ലെങ്കിലും ഡയമൻസിറ്റി 800U ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് കൊണ്ടുവരാമായിരുന്നു. സോ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും യൂസേഴ്സിന്. പക്ഷേ എന്തായാലും 5G ഇല്ല, 4G മാത്രമേ ഉള്ളൂ. സോ ആ കാര്യം നമ്മൾ ഓർക്കണം. ഈ നോട്ട് 10 പ്രോ മാക്സ് ഉണ്ടല്ലോ, അത് ശരിക്കും മാക്സ് ആണോ? അതായത് എത്രത്തോളം മാക്സ്നെസ് ഉണ്ട് ആ ഒരു മാക്സിന് ആണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം നോട്ട് 10 പ്രോ മാക്സ് തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതാണ് 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ. ബാക്കി എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ നോട്ട് 10 പ്രോ മാക്സിൽ? പേര് വെക്കുമ്പോൾ മാക്സ് ഒക്കെ ആണെങ്കിലും വലിയ വ്യത്യാസമില്ല. ഓക്കെ, 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ 3000 രൂപ കൂടുതൽ കൊടുക്കാൻ തയ്യാറാണോ? എന്തായാലും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക തയ്യാറാണോ അല്ലേ എന്ന്. കാരണം ബാക്കി ഒരു ഡിഫറൻസും ഇല്ല. നമ്മൾ പ്രോ മാക്സ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? ഒരു ക്യാമറ അല്ലാതെ ഒന്നെങ്കിൽ ചിപ്സെറ്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ, അല്ലെങ്കിൽ ചാർജിങ് പവറും. എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട് 10 പ്രോ അവർക്ക് വേണമെങ്കിൽ 60 Hz ആക്കാമായിരുന്നു. സോ നോട്ട് 10 പ്രോ 60 Hz വിത്ത് സൂപ്പർ ആംലഡ്, 60 Hz വിത്ത് സൂപ്പർ ആംലഡ് ആണെങ്കിലും നല്ലൊരു ഫോൺ തന്നെയാണ് ആ പ്രൈസ് സെഗ്മെൻറ്റിൽ. അല്ലെങ്കിൽ നോട്ട് 10 പ്രോ മാക്സ് ഒരു 5G ഓപ്ഷൻ ആക്കേണ്ടതായിരുന്നു. സോ നോട്ട് 10 പ്രോ മാക്സ് 5G ആണ്, നോട്ട് 10 പ്രോ 4G ആണ്. സോ 5G ആയതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ 3000 രൂപ കൊടുക്കാൻ വേണ്ടി, സോ 108 മെഗാ പിക്സൽ മാത്രമല്ല വേറെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. സോ 108 മെഗാ പിക്സൽ പ്ലസ്
ഞാൻ പറഞ്ഞ പോലെ 120 ഹെർട്സ് ഇവിടെ മാത്രമേ ഉള്ളൂ, പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. സോ അങ്ങനെ വരുമ്പം കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് കാണും ആളുകൾക്ക് നോട്ട് 10 പ്രോ മാക്സ് വാങ്ങാൻ. അതിനോടൊപ്പം തന്നെ മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റിൽ, ഈവൻ പ്രീമിയം മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല ഫോട്ടോസ്, നല്ല പ്രോസസ്സിങ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ സാംസങ്ങിൻ്റെ M51-ൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതായത് നോട്ട് 9 പ്രോയിലുള്ള സെയിം ക്യാമറയാണെന്ന് തോന്നുന്നു. എനിക്ക് നോട്ട് 9 പ്രോയിൻ്റെ ക്യാമറ സെൻസറിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. മിക്കവാറും സോണി IMX682 ആയിരിക്കും. സോ എക്സാക്ട്ലി ആ സെൻസർ 51-ലുണ്ട്, M51-ലുണ്ട്. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ഇപ്പം 108 മെഗാ പിക്സൽ മാത്രം ഉള്ളതുകൊണ്ട് ചിലപ്പം ആളുകൾ നോട്ട് 10 പ്രോ മാത്രം വാങ്ങി സാറ്റിസ്ഫൈഡ് ഇരിക്കും. സ്പെഷ്യലി 6GB 128GB നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു പെർഫെക്റ്റ് സ്വീറ്റ് സ്പോട്ടാണ് ആ ഒരു ഫോൺ. നമ്മൾ നോട്ട് 10 പ്രോ മാക്സും നോട്ട് 10 പ്രോയിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും താഴെ ഒരു കിടിലൻ പെർഫോമർ ഇരിപ്പുണ്ട്, അതാണ് നോട്ട് 10. സോ നോട്ട് 10 ഒരു കിടിലൻ ഫോൺ തന്നെയാണ്. അതിൻ്റെ പ്രൈസ് 11,999 പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അൺബീറ്റബിൾ ആണ്. സോ ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ വാങ്ങാൻ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് റെഡ്മി നോട്ട് 10. വളരെ നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. ആക്ച്വലി നോട്ട് 10 പ്രോയിലും നോട്ട് 10 പ്രോ മാക്സിലുള്ള മിക്ക എല്ലാ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതിലും ഉണ്ട്. സോ ആ ഡ്യുവൽ സ്പീക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മോട്ടറുണ്ട്, IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് 11,999-ൽ. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 678 ആണ്. നല്ല ഡീസൻറ്റ് ചിപ്സെറ്റ് തന്നെയാണ് ക്വാൾകോമിൻ്റെ സൈഡിൽ നിന്ന്. ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഒന്നും വരത്തില്ല. ഹൈ പെർഫോമൻസ് ചിപ്സെറ്റ് അല്ല. സോ നിങ്ങൾക്ക് ഒരു ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് സംഭവം ഇല്ല. ഒരു നോർമൽ ഫോൺ മതിയെങ്കിൽ, ഒരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ നോർമൽ ഫോൺ വിത്ത് ഫാസ്റ്റ് ചാർജിങ്, നല്ലൊരു ബാറ്ററി 5000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. സോ അത് മതിയെങ്കിൽ ഒരു കിടിലൻ ഓഫർ ആയിരിക്കും നോട്ട് 10. നാലാമത്തെ പോയിന്റ് ആണ്, സ്പെക്സ് ഒക്കെ ഓക്കെയാണ്. സ്പെക്സ് ടു പ്രൈസ് റേഷ്യോ കിടിലനാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും സൂപ്പർ ആംബുലൻസ് ഒക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും അവസാനം എന്താണ് വാട്ട് മാറ്റേഴ്സ്? എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം നമുക്ക് പോക്കോ X2ൻ്റെ എക്സാമ്പിൾ എടുക്കാം. 120 ഹെർട്സ് ഉണ്ട്, LCD ആണ്, സ്റ്റിൽ നല്ലൊരു LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇപ്പോൾ എത്രമാത്രം ബഗ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. വന്നപ്പോഴും ഒരുപാട് ബാറ്ററി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മെയിൻലി ബിക്കോസ് ഓഫ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഷവോമി ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിമൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. MIUI എന്ന യൂസർ ഇൻ്റർഫേസിൻ്റെ കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് ട്രാക്ക് റെക്കോർഡ് അത്രയും നല്ലതല്ല. ഒരുപാട് ബഗ്സ് ഉണ്ടായിരുന്നു റെഡ്മി ഫോൺസിലും പിന്നെ പോക്കോയിൻ്റെ ഫോൺസിലും. സോ ഈ ഒരു ചിപ്സെറ്റിന് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ, MIUI എന്നൊരു ഹെവി UI എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത്ലി കോർഡിനേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. സോ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ് ഒപ്റ്റിമൈസേഷൻ. സ്പെക്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരുപാട് ലാഗും ഗ്ലിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. അഞ്ചാമത്തെ പോയിൻ്റാണ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്, അതാണ് റിയൽമിയുടെ 8 സീരീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം റിയൽമി നമ്പർ സീരീസും റെഡ്മി നോട്ട് സീരീസും തമ്മിലുള്ള ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അവരുടെ ഫോൺസാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ലോഞ്ചിന് ശേഷം മാധവ് സേഠ് ഉണ്ടല്ലോ, ഈ റിയൽമി ഇന്ത്യ, റിയൽമി യൂറോപ്പിൻ്റെ ഹെഡ്, അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്വീറ്റ് ഷെയർ ചെയ്തിരുന്നു. ഐ വാസ് റിവ്യൂവിംഗ് സം ഓഫ് ദ ഇൻഡസ്ട്രീസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ഫോൺസ്. Indeed, I agree there is no competition. 4, 3, 2, 1 with 8 series launching soon. So ഇദ്ദേഹം ഈ ഒരു ട്വീറ്റ് വഴി റെഡ്മി നോട്ട് 10 സീരീസിനെ ഡയറക്ട്ലി ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ച് റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ മേളിലായിരിക്കും റിയൽമി 8 സീരീസ്. സോ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചലഞ്ച് ചെയ്യില്ലല്ലോ. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും റെഡ്മി നോട്ട് 10 വേഴ്സസ് റിയൽമി 8 സീരീസ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ റെഡ്മി നോട്ട് 10 സീരീസ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ റിയൽമി 8 സീരീസിലേക്ക് നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. റീസെൻ്റ്ലി അദ്ദേഹം ഒരു റിയൽമി 8 സീരീസിൻ്റെ കംപ്ലീറ്റ് സീരീസിൻ്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ വളരെ ടാക്ടിക്കൽ ഒരു ഫോട്ടോ ആയിരുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു യെല്ലോ ബോക്സ് ഉണ്ടല്ലോ ബാക്കിൽ, അത് ശരിക്കും പറഞ്ഞാൽ റിയൽമി 8i ബോക്സ് ആണ്. അതിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേസ്, ഫുൾ HD പ്ലസ് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ട്, സ്ലിം ആൻഡ് ലൈറ്റ്, 30 വാട്ട് ഡാർട്ട് ചാർജിങ്, 64 മെഗാ പിക്സൽ ക്യാമറ, ഹീലിയോ G95, 5000 mAh ബാറ്ററി, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ റിയൽമി എന്ന ബ്രാൻഡും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ അത് ബേസിക്കലി 8i ആണ്, 8 അല്ല. റിയൽമി 8ൻ്റെ പാക്കേജിംഗ് ആണ് റൈറ്റ് സൈഡിൽ ബാക്കിൽ കിടക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ റിയൽമി 8 പ്രോ ആണ്. കാരണം അതിൽ 108 മെഗാ പിക്സൽ എഴുതിയിട്ടുണ്ട്. ഈ 120 ഹെർട്സ് അല്ലെങ്കിൽ മിക്കവാറും അറ്റ്ലീസ്റ്റ് 90 ഹെർട്സിൻ്റെ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഈ ഫോൺസിലും ഉണ്ടാവും. സോ റിയൽമി 8 സീരീസിൽ ഉണ്ടാവും. ഇനി 5G കൊണ്ടുവരികയാണെങ്കിൽ, അപ്പോൾ ലേശം വില കൂടുതലാണെങ്കിലും, സോ 1000-1500 രൂപ
പ്രൈസ് കൂടുതലാണെങ്കിലും ആൾക്കാർ ചിലപ്പം 5G പ്രിഫർ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 5G ഒരു ട്രെൻഡിങ് ടോപ്പിക്, ഹോട്ട് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം പ്രിഫർ ചെയ്യും. സോ നിങ്ങൾ 5G ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ Realme 8 സീരീസ് വരുന്നവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, സോ എന്തായാലും ഒരു കിടിലൻ ഫൈറ്റ് ആയിരിക്കും Redmi Note 10 സീരീസ് വേഴ്സസ് Realme 8 സീരീസ്. നമുക്ക് എന്തായാലും നോക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.